കത്തോലിക്ക തിരുമേനി, അഭിമന്യ മെത്രാപ്പൊലീത്തന്മാരെ, റംബാച്ചന്മാരെ, പൗരോഹിത്യന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ഞങ്ങളുടെ ഈ മാതാവ് കഴിഞ്ഞ 2 മാസമായിട്ട് ദേഹ അസ്വാസ്ഥ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പരസഹായത്തോടു കൂടെയായിരുന്നു ദിനചര്യകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 15 ദിവസമായിട്ട് സംസാരശേഷിയും ഓർമ്മയും തീരെ കുറഞ്ഞു. ഓഗസ്റ്റ് 31-ാം തീയതി ഞായറാഴ്ച അതിരാവിലെ ഒരു ഉറക്കത്തിൽ തന്നെ ഈ ഉപവാസം കഴിഞ്ഞു കത്ത് സന്നിധിയിലേക്ക് എടുത്തിരിക്കുന്നു. ഈ മാതാവിൻ്റെ യാത്രയപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ പ്രതികൂല സാഹചര്യത്തിൽ വന്നിട്ടുള്ള നിങ്ങളെല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബാതിരുമനസ് ഈ സംസ്കാര ചടങ്ങുകളിൽ പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നു. തിരുമേനി പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം നന്ദിയുണ്ട്. തിരുമനസിന് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഇത് വ്യക്തിപരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. സഭയുടെ ശ്രേഷ്ഠമായ സഭയിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനോട് കാണിക്കുന്ന കരുതൽ, സ്നേഹം, ഈ ഒരു പ്രവൃത്തിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കുന്നത്. അഭിമന്യ ഈ മഹാ ഇടയൻ്റെ പഴയകാല പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുള്ളതിൽ അദ്ദേഹം സഭാ മക്കളോടും സഭയോടും കാണിക്കുന്ന കരുതൽ വളരെ ഭയങ്കരമാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തോട് ഇതിനെക്കൊണ്ട് സംസാരിക്കുന്നില്ല. എന്നാൽ ഇത്രയും ത്യാഗം സഹിച്ച് ഈ മഹാ ഇടയന്മാരുടെ ഒരു പ്രത്യേക വലിയ ലക്ഷണമാണ് ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസവും സഹിച്ച് ഇവിടെ വന്നത്. അത് അഭിമന്യ പിതാവിൻ്റെ തൃപ്പാദത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവും ഭക്തിയും നന്ദിയും ഞാൻ സമർപ്പിക്കുകയാണ്. ഇത് കൂടുതൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു കടപ്പാടും പ്രേരണയും നമ്മുടെ മനസ്സിലൂടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ അഭിമന്യ ഗബ്ബേമാർ ഗ്രിഗോറിയോസ് തിരുമേനിയും ഇവിടെ എത്തുമെന്ന് ഇന്നലെ പറഞ്ഞു. യാക്കോബ് എലിയാസ് തിരുമേനിയും ഇവിടെ വരുമെന്ന് പറഞ്ഞു. എനിക്കതൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, യാത്ര എങ്ങനെയാണ്, എന്താണ്, പേടിക്കേണ്ട, ഞങ്ങൾ വരും, ഞങ്ങൾ കണ്ടുവരും. അപ്പോൾ 2 തിരുമേനിമാരും ഇത്ര ബുദ്ധിമുട്ടും പ്രയാസവും സഹിച്ച് ഞങ്ങളുടെ സ്നേഹത്തോടൊത്ത് ഇവിടെ എത്തിയതിൽ 2 തിരുമേനിമാരോടുള്ള പ്രത്യേക സ്നേഹവും സന്തോഷവും ഞങ്ങളിപ്പോഴേ അറിയിക്കുന്നു. അതുപോലെ അഭിമന്യ നമ്മുടെ റബാച്ചന് പുനംകുരിശ് പിൽഗ്രിം സെൻ്ററിൻ്റെ വികാരിയന്മാരെ മാത്യൂസ് റബാച്ചനും യോഹന്നാൻ റബാച്ചനും എല്ലാവരോടും പൗരോഹിത്യന്മാരോടും എല്ലാവരോടുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. വിശിഷ്യ ഈ മാതാവിനെ കഴിഞ്ഞ 2 വർഷമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന 2 കുടുംബങ്ങളുണ്ട്. 2 കുടുംബങ്ങളുണ്ട്. ഒന്ന് എൽദു ആൻഡ് ഫാമിലി, 2 ടിൻഡു ആൻഡ് ഫാമിലി. ഈ മാതാവ് അതുപോലെ ശാന്തകുമാരി, നേഴ്സ്, ഇവർ 3 കുടുംബത്തെയും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനാഥന് യാക്കോബ് എലിയാസ് തിരുമേനി ഞങ്ങളുടെ കുടുംബത്തോടും വർഷങ്ങളായിട്ട് ബന്ധവും സ്നേഹവും ഉള്ളതാണ്. ഞങ്ങൾ ഭദ്രാസന മെത്രാപ്പൊലീത്തയുമാണ്. അദ്ദേഹവും ഇന്ന് കടന്നു വന്നു. തിരുമേനിയുള്ള എല്ലാവരോടുള്ള സ്നേഹം ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫും കുടുംബവും വീണ ജോർജും രാവിലെ അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടുണ്ട്, വണ്ടി തടഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ട, ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹവും ഇവിടെ കടന്നു വന്നു. അദ്ദേഹത്തിനോടുള്ള പ്രത്യേക നന്ദിയും സഭാ സെക്രട്ടറി എന്ന സ്നേഹത്തുള്ള എല്ലാവരുമായ ആദരവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. നന്ദി കടപ്പെടും. അതുപോലെ ഈ ഇടവകയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന 2 വികാരിമാർ യഥാർത്ഥമായിട്ടും സമയങ്ങളിൽ നമസ്കാരങ്ങളും കുർബാനകളും ഒക്കെ നടത്തി അവരുടെ നല്ല ഭംഗിയുമായ സേവനമനുഷ്ഠിക്കുന്ന 2 വൈദികരെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ 2 പേരോടുള്ള അവരുടെ ആ സ്നേഹവും ഈ നമ്മുടെ വികാരിമാരുടെ രീതിയിൽ എല്ലാ രീതിയിലുള്ള അവരുടെ ആ മാതൃകാപരമായ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് അക്കാര്യങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പലരും വരാൻ ബുദ്ധിമുട്ടുകളായിട്ടുണ്ടെന്ന് എല്ലാവരും തന്നെ അറിയിച്ചിരുന്നു. അവർക്ക് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
അതുപോലെ എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ